ഹലോ, ഇന്നത്തെ വ്ളോഗ് ഒരു ഹോം ബോഡി വ്ളോഗാണ്. നമ്മൾ കുറച്ച് നാളായി ഇങ്ങനത്തെ വ്ളോഗൊക്കെ അപ്ലോഡ് ചെയ്തിട്ട്. ഒന്നുകൂടെ ഒന്ന് വ്യക്തമായിട്ട് പറഞ്ഞാൽ ഒരു പ്രൊഡക്റ്റീവ് ഹാഫ് ഡേ ഇൻ മൈ ലൈഫാണ്. മോർണിംഗ് റുട്ടീൻസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട്. പല്ല് തേപ്പ് കുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇക്കഴിഞ്ഞ ദിവസമൊന്നും ഞാൻ ഒട്ടും പ്രൊഡക്റ്റീവ് അല്ലായിരുന്നു. ഇന്നെങ്കിലും കുറച്ച് പ്രൊഡക്റ്റീവ് ആവാമെന്ന് വിചാരിച്ചിട്ടാണ് വീഡിയോ സ്റ്റാർട്ട് ചെയ്തത്. കുറച്ച് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ ചെയ്ത് തീർക്കാനുണ്ട്. നമ്മൾ ഈ പ്രോക്രാസ്റ്റിനേറ്റ് ചെയ്ത് വെക്കുന്ന കാര്യങ്ങളുണ്ടല്ലോ, അതൊക്കെ ചെയ്ത് തീർക്കണം. നിങ്ങളിപ്പോൾ ആ ലാമ്പ് പുതിയതാണല്ലോ, എന്തൊക്കെയോ വ്യത്യാസം ടേബിളിൽ വന്നിട്ടുണ്ടല്ലോ എന്നൊക്കെയാണ് നോക്കുന്നത്. എനിക്കറിയാം, ലാമ്പ് പുതിയതാണ്, ആമസോണിൽ നിന്ന് വാങ്ങിച്ചതാണ്. പക്ഷേ അതിൽ ബൾബ് ഇട്ടിട്ടില്ല. ബൾബ് വാങ്ങിച്ചിട്ട് നിങ്ങൾക്ക് ഞാൻ കറക്റ്റ് കാണിച്ചു തരാം. പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ കുറച്ച് കാര്യങ്ങൾ ഞാൻ പ്രോക്രാസ്റ്റിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്ന്. അതൊക്കെ ഒന്ന് ലിസ്റ്റ് ചെയ്ത് എഴുതി വെക്കുകയാണ്. അങ്ങനെ വമ്പൻ കാര്യങ്ങളൊന്നും അല്ല, ചെറുതായിട്ടൊന്ന് ക്ലീൻ ചെയ്യാനുണ്ട്, ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്യാനുണ്ട്. പിന്നെ കുറച്ചധികം നാളായി ഞാൻ ജേർണലിംഗ് ഒക്കെ ചെയ്തിട്ട് അതും ഒന്ന് സ്റ്റാർട്ട് ചെയ്യണം, ഒരു ജേർണൽ പേജ് ചെയ്യണം. അപ്പം ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ പരിപാടി. പിന്നെ കുറേ പേര് വെക്കേഷൻ അല്ലേ, എല്ലാ ദിവസവും വ്ളോഗ് അപ്ലോഡ് ചെയ്യുന്നൊക്കെ പറയുന്നുണ്ട്. നിങ്ങൾക്ക് വെക്കേഷനാണ്, പക്ഷെ എനിക്ക് വെക്കേഷൻ അല്ല. അതുകൊണ്ട് തന്നെ എല്ലാ ദിവസവും വ്ളോഗ് അപ്ലോഡ് ചെയ്യുക എന്ന് പറയുന്നത് പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. ആഗ്രഹമുണ്ട്, പക്ഷേ പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. എന്നാലും ഈയിടെയായിട്ട് ഞാൻ വീഡിയോസ് ആക്റ്റീവായിട്ട് അപ്ലോഡ് ചെയ്ത് പോകുന്നുണ്ട്. ഇനിയും അങ്ങനെ തന്നെ പോകാൻ പറ്റട്ടെ എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഫസ്റ്റ് ടാസ്ക് എനിക്കൊരു ക്ലാസ് അറ്റൻഡ് ചെയ്യാനുണ്ട്. അത് അറ്റൻഡ് ചെയ്യാൻ നോക്കുകയാണ്. ഞാനിപ്പോൾ എൻ്റെ ഡെയിലി റുട്ടീനിൽ പുതുതായിട്ട് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൊരു കാര്യമാണ് സ്പോക്കൺ ഇംഗ്ലീഷ്. ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാൻ സമയമായിട്ടുണ്ട്. അപ്പം ടേബിളും കാര്യങ്ങളൊക്കെ ഒന്ന് വൃത്തിയാക്കി വെക്കുകയാണ്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, പഠിക്കാനിരിക്കുമ്പോൾ ക്ലീൻ ടേബിളും ക്ലീൻ മൈൻഡുമായിട്ട് ഇരിക്കുക. അപ്പോൾ കുറേ നാളായിട്ടോ എനിക്ക് ഈ സ്പോക്കൺ ഇംഗ്ലീഷ് അഥവാ കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷിൽ കുറച്ച് ഇമ്പ്രൂവ്മെൻറ്റ് വേണം എന്നൊക്കെ തോന്നി തുടങ്ങിയിട്ട്. നിങ്ങൾക്കറിയാം, ഞാൻ ഡിഗ്രിക്ക് BA ഇംഗ്ലീഷ് ഒക്കെ ആയിരുന്നു ചൂസ് ചെയ്തത്. പക്ഷേ എനിക്ക് കമ്മ്യൂണിക്കേഷൻ സ്കില്ല് തീരെ ഇല്ലാത്ത പോലെയൊക്കെ എപ്പോഴും തോന്നാറുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ കുറേ പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള ക്ലാസ് ഉണ്ടോ എന്നൊക്കെ സെർച്ച് ചെയ്ത് നോക്കി. ഇപ്പം ഗ്രൂപ്പ് സെക്ഷൻ ആയിക്കോട്ടെ, ഓഫ്ലൈൻ ക്ലാസ് ആയിക്കോട്ടെ, നമുക്ക് എന്തായാലും പഠിക്കുമ്പോൾ ഡൗട്ട് വരും. ഡൗട്ട് വന്നാൽ പെട്ടെന്ന് ചോദിക്കാനൊക്കെ ഒരു മടിയുള്ളൊരു ടൈപ്പ് ആളാണ് ഞാൻ. എന്നെപ്പോലെ പലരും ഉണ്ടാവും എന്ന് എനിക്കറിയാം. സിമ്പിൾ ഡൗട്ടൊക്കെ ചോദിക്കുമ്പോൾ ക്ലാസ്മേറ്റ്സ് എന്ത് വിചാരിക്കുന്നു വിചാരിച്ച് ഡൗട്ടൊക്കെ ചോദിക്കാണ്ട് നിന്നാൽ നമുക്ക് തന്നെയാണ് ബുദ്ധിമുട്ട്. നമ്മളെ സ്കില്ലിൽ ഒരു ഡെവലപ്മെന്റും ഉണ്ടാവില്ല. മറിച്ച് ഇപ്പോൾ ഒരു പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള ക്ലാസ്സിലാണ് ജോയിൻ ചെയ്തതെന്ന് വെച്ചാൽ നമ്മുടെ ഡൗട്ടൊക്കെ ആ സ്പോട്ടിൽ ക്ലിയർ ആവുകയും ചെയ്യും. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇങ്ങനത്തെ പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള ക്ലാസ് ഉണ്ടോ എന്ന് തന്നെ സെർച്ച് ചെയ്ത് നോക്കിയത്. ഇപ്പൊ കുറച്ചായി ഞാൻ ക്ലാസ്സിൽ ജോയിൻ ചെയ്തിട്ട് എനിക്ക് നല്ല ഇമ്പ്രൂവ്മെന്റും ഉണ്ട്. പഠിക്കുന്ന ടൈമിൽ ഇമ്പ്രൂവ്മെന്റ് കൊണ്ടുവരണം എന്ന് വിചാരിച്ചെങ്കിൽ അതൊന്നും നടന്നില്ല. ഇതാണ് കേട്ടോ നമ്മുടെ ക്ലാസ്. അപ്പൊ അന്നത്തെ എന്റെ ആഗ്രഹം നീട്ടിവെച്ച് ഇപ്പോഴാണ് നടക്കുന്നത്. എനിക്ക് നല്ല ഇമ്പ്രൂവ്മെന്റ് ഉണ്ട് എന്ന് എനിക്ക് തന്നെ തോന്നുന്നുണ്ട്. ഞാൻ ഇന്റർവെല്ലിന്റെ സ്പീക്ക് പ്രോ കോഴ്സിലാണ് ജോയിൻ ചെയ്തത്. ഞാൻ പറഞ്ഞല്ലോ കുറച്ച് നാളായി ജോയിൻ ചെയ്തിട്ട്. ഇപ്പൊ തന്നെ എനിക്ക് കുറച്ച് കോൺഫിഡൻസ് ഒക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. നിങ്ങളിപ്പം കണ്ടല്ലോ എനിക്കായിട്ടൊരു മാം ഉണ്ട്. അതുകൊണ്ട് തന്നെ പേഴ്സണൽ അറ്റൻഷൻ കിട്ടുകയും ചെയ്യും. കമ്മ്യൂണിക്കേഷൻ സ്കില്ല് നന്നായിട്ട് ഇമ്പ്രൂവ് ആവുകയും ചെയ്യും. അതാണല്ലോ നമുക്ക് വേണ്ടത്. കമ്മ്യൂണിക്കേഷൻ മാത്രമല്ല, പ്രൊഫഷണലി ആണെങ്കിലും ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യണമെങ്കിലും ഇമെയിൽ അയക്കുമ്പോഴൊക്കെ ഇംഗ്ലീഷ് ഇമ്പോർട്ടന്റ് ആണ്. എനിക്ക് അതിലൊക്കെ ഈ ഒരു ക്ലാസ് കൊണ്ട് ഇമ്പ്രൂവ്മെന്റ് വന്നിട്ടുണ്ട്. ഇതൊരു ലൈവ് ക്ലാസ് ആയതുകൊണ്ട് തന്നെ മാമിനോട് സംസാരിച്ച് മാം ഒരു ടോപ്പിക് തരും, ഒരു റോൾ പ്ലേ പോലെ സിറ്റുവേഷൻസ് ഒക്കെ പറയുമ്പോൾ അതിൽ മിസ്റ്റേക്സ് വരുമ്പോൾ അപ്പൊ തന്നെ കറക്റ്റ് ചെയ്ത് തന്ന് അങ്ങനെയൊക്കെയാണ് കേട്ടോ ഇവരുടെ ട്രെയിനിങ്. കുറെ ഇംഗ്ലീഷ് മൂവീസ് കണ്ടതുകൊണ്ടോ ഇംഗ്ലീഷ് ബുക്സ് വായിച്ചതുകൊണ്ടോ കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഇമ്പ്രൂവ് ആവില്ല. അത് പറഞ്ഞു തന്നെ പഠിക്കണം. ഈ ഒരു സ്പീക്ക് പ്രോ കോഴ്സിലേക്ക് നമ്മൾ നേരിട്ട് പോയി അഡ്മിഷൻ എടുക്കുകയല്ല ചെയ്യുക. ആദ്യം ഒരു അസസ്മെന്റ് ടെസ്റ്റ് നടത്തി നമ്മൾ ബിഗിനർ ആണോ അഡ്വാൻസ്ഡ് ലെവലാണോ എന്ന് മനസ്സിലാക്കി നമുക്ക് നീഡഡ് ആയിട്ടുള്ള കോഴ്സ് പ്രൊഫഷണൽ ആണോ കമ്മ്യൂണിക്കേറ്റീവ് ആണോ നോക്കിയിട്ടാണ് ക്ലാസ് പ്രൊവൈഡ് ചെയ്യുക. ഇവർ ഫ്രീക്വന്റ് ആയിട്ട് ഇവാലുവേറ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇമ്പ്രൂവ്മെന്റ് പെട്ടെന്ന് കാണാൻ പറ്റും. ഇവരുടെ മറ്റൊരു പ്രത്യേകത പറയാനാണെങ്കിൽ ഏജ് ലിമിറ്റ് ഇല്ല. സ്റ്റുഡൻസിനാവട്ടെ വലിയവർക്കാവട്ടെ ഇംഗ്ലീഷ് ഇമ്പോർട്ടന്റ് ആണ്, അക്കാഡമിക് ലെവലായാലും പ്രൊഫഷണലി ആയാലും. പിന്നെ ഇവരുടെ ഏറ്റവും വലിയ പ്രത്യേകത നമുക്ക് കൺവീനിയന്റ് ആയിട്ടുള്ള ടൈം കസ്റ്റമൈസ് ചെയ്ത് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റും. സ്റ്റുഡൻസിനും വർക്ക് ചെയ്യുന്നവർക്കൊക്കെ ഇത് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. പിന്നെ ഇംഗ്ലീഷിന്റെ ഇമ്പോർട്ടൻസ് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. ഇപ്പൊ പുറത്താണെങ്കിലും നാട്ടിൽ തന്നെ ആണെങ്കിലും ഇംഗ്ലീഷ് ഇമ്പോർട്ടന്റ് ആണ്. എന്നെപ്പോലെ ഇംഗ്ലീഷ് ഇംപ്രൂവ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കുള്ള ബെസ്റ്റ് ഓപ്ഷൻ ആണ് കേട്ടോ ഇന്റർവെല്ലിന്റെ സ്പീക്ക് പ്രോ കോഴ്സ്. വലിയവർക്കാവട്ടെ ചെറിയവർക്കാവട്ടെ നിരവധി കോഴ്സ് ഉണ്ട് കേട്ടോ ഇവരുടെ കയ്യിൽ. +2 ക്വാളിഫൈഡ് ആയി ടീച്ചിങ്ങിലൊക്കെ ഇൻട്രസ്റ്റ് ഉള്ള ഹൗസ് വൈഫ്സിന് ECPC മോണ്ടിസോറി കോഴ്സ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. വീട്ടിലിരുന്ന് ടീച്ച് ചെയ്യാൻ താല്പര്യമുള്ളവർക്കുള്ള ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റി ആണ്. 1 ഇയർ കോഴ്സിൽ 8 മന്ത്സ് തിയറിയും 4 മന്ത്സ് ഇന്റേൺഷിപ്പും സ്കിൽ ഇംപ്രൂവ്മെന്റും ഒക്കെയാണ്. ഈ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കോഴ്സ് കംപ്ലീഷൻ സർട്ടിഫിക്കറ്റും ഇന്റർനാഷണലി വാലിഡ് ആയിട്ടുള്ള UK സർട്ടിഫിക്കറ്റും പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ വീട്ടിലിരുന്ന് ഓൺലൈനായിട്ട് പഠിപ്പിക്കാനും പറ്റും, പുറത്ത് കൺട്രീസിൽ പോയിട്ട് പഠിപ്പിക്കാനും പറ്റും. പിന്നെ ഈ ഒരു എക്സാം ക്വാളിഫൈഡ് ആവുകയാണെങ്കിൽ 100% പ്ലേസ്മെന്റും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇംഗ്ലീഷിൽ പെട്ടെന്ന് ഇമ്പ്രൂവ്മെന്റ് കൊണ്ടുവരണം എന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഇന്റർവെല്ലിന്റെ ഈ സ്പീക്ക് പ്രോ എന്ന് പറഞ്ഞിട്ടുള്ള പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള
കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ക്ലാസ്സിലൊന്ന് ജോയിൻ ചെയ്ത് നോക്കൂ കേട്ടോ. ഇംപ്രൂവ്മെന്റ് ഉണ്ടാവുന്നുള്ള കാര്യം ഉറപ്പാണ്. ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും കൊടുത്തിട്ടുണ്ട്. ചെക്ക് ചെയ്ത് നോക്കുക. ഇപ്പം നിങ്ങൾ അഡ്മിഷൻ എടുക്കുകയാണെങ്കിൽ അപ് ടു 20% ഡിസ്കൗണ്ട് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ഇത് ഞാൻ കുറച്ച് ദിവസം മുന്നേ അൺബോക്സ് ചെയ്ത കാര്യമാണ്, അൺറാപ്പ് ചെയ്ത കാര്യമാണ്. ഒന്നുമില്ല, എൻ്റെ ഫസ്റ്റ് പെൻപാലാണ്, എനിക്ക് വന്നിട്ടുള്ള ഫസ്റ്റ് പെൻപാലാണ്. ഇത് അയച്ചിട്ടുള്ളത് ആതിരയാണ്. ഫസ്റ്റ് തന്നെ ഈ സ്വീറ്റിന് എഴുതിയ ഈ ഒരു ടോയ് അല്ലെങ്കിൽ ഡെസ്ക് ഡെക്കോറാണ് കണ്ടത്. എൻ്റെ ഡെസ്കുമായിട്ട് മാച്ച് ചെയ്ത് കണ്ടപ്പോൾ വാങ്ങിച്ചു എന്നാണ് പറഞ്ഞത് കേട്ടോ. ഇത് അയച്ചു എന്ന് പറഞ്ഞത് മുതൽ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ആ ഡീറ്റെയിലിംഗ് ഒക്കെ നല്ല കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ട്. വാൻഗോൻ്റെ തീമിലും സ്നേഹ എന്നൊക്കെ സ്റ്റിക്കറൊക്കെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഇതിൽ ഷെല്ലും കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ആസ് യൂഷ്വൽ ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിനൊക്കെ റിപ്ലൈ അയക്കണം. കുറേ ജേർണൽ സപ്ലൈസ് സെൻഡ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഒന്നും കറക്റ്റ് പേരെന്താണെന്ന് എനിക്കറിയില്ല. വാഷി ടേപ്പ് ആയാലും ജേർണൽ സ്റ്റിക്കേഴ്സ് ആയാലും ഒക്കെ ഉണ്ട്. ഞാനിത് കണ്ടിട്ടും ഇതെന്താ തീരാത്തതെന്നാണ് വിചാരിച്ചത്. കാരണം അത്രയ്ക്ക് സാധനങ്ങൾ ഉണ്ടായിരുന്നു. പിന്നെ ബോറടിക്കുമ്പോൾ കളറടിച്ചോളൂ എന്നൊക്കെ പറഞ്ഞിട്ടൊരു പിക്ചർ ഉണ്ട്. പിന്നെ ഈ CD-യിൽ ഇങ്ങനൊരു വർക്കും ചെയ്തിട്ടുണ്ട്. വാൻഗോൻ്റെ തീമിൽ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഏത് തീമിൽ വേണമെന്ന്. ഞാൻ പറഞ്ഞു അങ്ങനെ പ്രത്യേകിച്ച് തീമൊന്നും ഇല്ല, എനിക്കിതിനെപ്പറ്റി വലുതായിട്ട് അറിയേയില്ല, ഇഷ്ടംപോലെ ചെയ്തോ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു ബട്ടർഫ്ലൈയും കൂടെ ഉണ്ടായിരുന്നു. പിന്നെ എന്താ ലെറ്റർ, ടു ഡു ലിസ്റ്റ് എഴുതുന്ന പേപ്പർ, ഇതൊക്കെയാണ്. ലെറ്റർ കുറച്ചുകൂടി പേഴ്സണൽ ആയതുകൊണ്ട് ഞാൻ ഓപ്പൺ ചെയ്ത് കാണിക്കുന്നില്ല. ഇനി എനിക്ക് ഇതിന് റിപ്ലൈ കൊടുക്കണം. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് ആദ്യം എനിക്ക് അയച്ചിട്ടുള്ളത്. ഇനി ഇതിന് നമുക്ക് റിപ്ലൈ കൊടുക്കണം. എൻ്റെ ഫസ്റ്റ് റിപ്ലൈ ലെറ്ററും ആണ് പെൻപാലിൻ്റെ. അത് നമുക്ക് വൈകാതെ ചെയ്യാം. ഞാനിപ്പം ആകെ 2 പെൻപാലാണ് ആക്സെപ്റ്റ് ചെയ്തത്. അതിലൊന്ന് കയ്യിലേക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിന് റിപ്ലൈ കൊടുക്കുകയും വേണം. അതിൻ്റെ ഇടയിൽ ഞാൻ വേറെ പെൻപാലൊന്നും ഇപ്പോൾ ആക്സെപ്റ്റ് ചെയ്യുന്നില്ല, കാരണം കുറച്ചധികം ബിസിയാണ്. പിന്നെ പെൻപാൽ വാങ്ങിച്ചിട്ട് റിപ്ലൈ കൊടുക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ അതെനിക്ക് വിഷമാവും. അതുകൊണ്ട് പുതുതായിട്ട് ഞാൻ പെൻപാൽ ആക്സെപ്റ്റ് ചെയ്യുന്നില്ല. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ മുറ്റത്തോടൊക്കെ ഒന്ന് ഇറങ്ങി നടന്നു. കുറേ പൂക്കൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു. മെയിനായിട്ട് ഈ ഒരു ചെമ്പരത്തിപ്പൂവ് കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇറങ്ങിയത്. ഇന്ന് 2 ഉണ്ടായിട്ടുണ്ട്. ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഈ ഒരു കളർ കോമ്പോ. ഇത് ഈയിടെയായിട്ട് എല്ലാ ദിവസവും ഇങ്ങനെ വിടരുന്നതുകൊണ്ട് ഞാൻ വെറുതെ ചെന്ന് നോക്കും. പിന്നെ ഇപ്പം ചക്ക സീസൺ ആണ്. വീട്ടിലിപ്പോൾ എല്ലാ ദിവസവും ചക്കേൻ്റെ വിഭവങ്ങളാണ്. നിങ്ങളുടെ വീട്ടിലും ഇങ്ങനെ ആയിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി ജേർണലിങ് ചെയ്യാം. ഞാൻ പറഞ്ഞു ജേർണലിങ് ചെയ്തിട്ട് കുറേ ആയി. ആ സ്ട്രോബെറി ജേർണൽ ചെയ്ത ഓർമ്മയുണ്ടല്ലോ, ഞാൻ അവിടെ സ്റ്റോപ്പ് ചെയ്തതാണ്. പിന്നെ ഞാൻ ജേർണലിങ് ഒന്നും ചെയ്തിട്ടില്ല. അപ്പം ഞാൻ വിചാരിച്ചു പെൻപാൽ കിട്ടിയതല്ലേ, ഫസ്റ്റ് പെൻപാലാണ്, അപ്പോൾ ഇതിൽ കുറേ ജേർണൽ സപ്ലൈസും ഉണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു മൈ ഫസ്റ്റ് പെൻപാൽ എന്ന് പറഞ്ഞിട്ടൊരു ജേർണൽ പേജ് ചെയ്യാം. ആ ഒരു പേജിൽ ആദ്യം അയച്ചു തന്നിട്ടുള്ള സ്റ്റിക്കറും വാഷി ടേപ്പൊക്കെ യൂസ് ചെയ്യുകയും ചെയ്യാം. കുറേ സ്റ്റിക്കേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിൽ നിന്ന് ഞാൻ ഇത്രയും സ്റ്റിക്കേഴ്സാണ് സെലക്ട് ചെയ്തത്. ഇനി ഇതിൽ നിന്ന് സെലക്ട് ചെയ്തിട്ട് ബുക്കിലേക്ക് ഒട്ടിക്കണം. കുറച്ച് സിമ്പിളായിട്ടുള്ള പേജാണ് ഞാൻ ചെയ്യാൻ ഉദ്ദേശിച്ചത്. ഇത്രയും കുറേ സ്റ്റിക്കേഴ്സ് ഒന്നും വേണ്ട. പക്ഷേ സ്റ്റിക്കേഴ്സ് കണ്ട ആക്രാന്തത്തിൽ ഞാൻ കുറേ സ്റ്റിക്കർ ഒട്ടിക്കുമെന്ന് എനിക്കറിയില്ല. എന്നാലും കുറച്ച് സിമ്പിളായിട്ടാണ് ഞാൻ ചെയ്യാൻ ഉദ്ദേശിച്ചത്. ഞാൻ പറഞ്ഞല്ലോ നമ്മൾ നിർത്തിയ സ്ഥലം, അതിൻ്റെ നെക്സ്റ്റ് പേജാണ് നമ്മളിപ്പം ചെയ്യാൻ പോകുന്നത്. ആദ്യം തന്നെ ഞാൻ ഈ ഒരു ലൈറ്റ് ബ്ലൂ കളർ പേപ്പർ ഇങ്ങനെ മിഡിലായിട്ട് ഒട്ടിക്കുന്നുണ്ട്. നമ്മൾ സ്ട്രോബെറി ജേർണൽ ചെയ്ത അതേ മെത്തേഡ് തന്നെ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. എന്തോ എനിക്ക് പുതിയ ഐഡിയ ഒന്നും ചിന്തിച്ചെടുക്കാൻ തോന്നിയില്ല. സ്റ്റിക്കേഴ്സും കുറച്ച് കാര്യങ്ങൾ എഴുതാനൊക്കെ ഉള്ളതുകൊണ്ടും ഇങ്ങനെ തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇനി കലാപരിപാടി തുടങ്ങുകയാണ്. പ്രത്യേകിച്ച് പ്ലാനൊന്നുമില്ല. അവിടെ ഇവിടെ വാഷി ടേപ്പ് ഒട്ടിക്കണം, അവിടെ ഇവിടെ സ്റ്റിക്കേഴ്സ് ഒട്ടിക്കണം, മിഡിൽ പോർഷനിൽ കുറേ കാര്യങ്ങൾ എഴുതണം. അതായത് ഫസ്റ്റ് പെൻപാൽ ആയതുകൊണ്ട് തന്നെ അപ്പം കൈ കിട്ടുമ്പോഴുള്ള എക്സൈറ്റ്മെൻറ്റും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ, അതൊക്കെ എഴുതണം. ഒരു ഹെഡിങ് ഒക്കെ പോലെ മൈ ഫസ്റ്റ് പെൻപാൽ ഫ്രം ആതിര എന്നൊക്കെ എഴുതി കൊടുത്തിട്ടുണ്ട്. ഇനി അവിടെ വരുന്ന ആ ബ്ലാങ്ക് സ്പേസിൽ എൻ്റെ തോട്ട്സും കാര്യങ്ങളൊക്കെ എഴുതി കൊടുക്കുന്നുണ്ട്. തോട്ട്സ് എന്ന് പറയുമ്പം ഈ ഒരു പെൻപാൽ കൈ കിട്ടുന്നവരെയുള്ള എക്സൈറ്റ്മെൻറ്റിനെ പറ്റിയും കൈ കിട്ടിയപ്പോഴുള്ള സന്തോഷത്തിനെ പറ്റിയും പിന്നെ ഞാനും ആതിരയും ചാറ്റ് ചെയ്ത സമയത്ത് ഞങ്ങൾ കുറച്ച് കണക്റ്റഡ് ആയ പോലെയൊക്കെ തോന്നി. അതിനെപ്പറ്റിയൊക്കെ ഞാനൊന്ന് സ്പീഡപ്പ് ചെയ്ത് ഒന്ന് സമ്മപ്പ് ചെയ്ത് എഴുതി കൊടുക്കുന്നുണ്ട്.
ശരിക്കും പറഞ്ഞാൽ ആ ഒരു സമയത്ത് മനസ്സിൽ വിചാരിക്കുന്ന ഒക്കെ എഴുതി കൊടുക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഒന്നും നോക്കുന്നില്ല, മനസ്സിൽ എന്താണോ വരുന്നത് അതങ്ങ് എഴുതി കൊടുക്കുക. അങ്ങനെയാണല്ലോ, അതാണല്ലോ നമ്മുടെ ജേർണൽ എന്ന് പറയുന്ന അതിൻ്റെ ഉദ്ദേശം. എഴുതി കഴിഞ്ഞതിന് ശേഷം കുറച്ച് ബ്ലാങ്ക് ആയിട്ടുള്ള സ്പേസ് ഒക്കെ കണ്ടപ്പോൾ കുറച്ചുകൂടി സ്റ്റിക്കേഴ്സും വാഷി ടേപ്പൊക്കെ യൂസ് ചെയ്ത് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ വാട്ടർമെലൺ വ്ളോഗ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് വെക്കേഷനിൽ ചെയ്യുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും അടുത്ത് തന്നെ അത് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. കുറച്ചുകൂടെ ഒന്ന് ഫ്രീ ആയിട്ടുള്ളൊരു സമയത്ത് എന്തായാലും ചെയ്യാം. എന്തായാലും നമ്മൾ ചെയ്യും, വെക്കേഷനിൽ തന്നെ ചെയ്യും. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ജേർണൽ പേജ്. എനിക്ക് ആ സ്റ്റിക്കർ കണ്ടുകൊണ്ട് ആക്രാന്തം കൊണ്ടാണോ എന്നറിയില്ല, അവിടെ എവിടെയൊക്കെ യൂസ് ചെയ്ത് ഒട്ടിച്ചിട്ടുണ്ട്. അങ്ങനെ ഈ ഒരു ജേർണൽ പേജ് ചെയ്തപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം കുറേ ദിവസത്തിന് ശേഷമാണ്, കുറേ മാസത്തിന് ശേഷമാണ് ഇങ്ങനൊരു ജേർണൽ പേജ് കംപ്ലീറ്റ് ചെയ്തത്. ഇനി വരുന്ന ലാസ്റ്റ് ടാസ്ക് ക്ലീൻ ചെയ്യലാണ്. ഈ ഒരു സ്പേസാണ് എനിക്ക് ക്ലീൻ ചെയ്യാനുള്ളത്. അതുപോലെ കഴിഞ്ഞ വീഡിയോയിൽ BB ക്രീമിൻ്റെ ഷെയ്ഡ് ചോദിച്ചിട്ടുണ്ടായിരുന്നു, അത് ഐവറിയാണ്. അതുപോലെ തന്നെ ലിപ്സ്റ്റിക് ഷെയ്ഡ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഈ രണ്ടും ലിപ്സ്റ്റിക് ഷെയ്ഡും മിക്സ് ചെയ്തിട്ടാണ് ഞാൻ ഇടാറ്. പിന്നെ പ്രത്യേകിച്ച് സ്കിൻ കെയർ ചോദിക്കുന്നവരോട്, എനിക്ക് സ്കിൻ കെയർ ഇല്ല ഗൈസ്, ഞാൻ ഒന്നും ചെയ്യാറില്ല. എൻ്റെ സ്കിന്ന് ശരിക്കും ക്ലിയർ അല്ല, ക്ലീൻ അല്ല, ഫുൾ പാടുകളും കലകളും ഒക്കെയാണ്. അപ്പോൾ എനിക്കിത് സ്കിൻ കെയർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഭവം ഇല്ല. ജാനുവരി സ്റ്റാർട്ട് ചെയ്തപ്പോഴേ ഒരു സ്കിൻ കെയർ ഉണ്ടാക്കണം എന്നൊക്കെ ഞാൻ പറയുന്നുണ്ടായിരുന്നു, പക്ഷേങ്കിൽ ഇതുവരെ ആയിട്ടില്ല ഗൈസ്. പിന്നെ ഞാൻ കഴിഞ്ഞ ഗുരുവായൂർ പോയപ്പോൾ ഈ ഒരു നെയിൽ സ്റ്റിക്കർ കണ്ടപ്പോൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. യൂസ് ചെയ്തിട്ടൊന്നുമില്ല, എവിടെയെങ്കിലും പോകുമ്പോൾ യൂസ് ചെയ്യണ്ടോ, വീട്ടിലിരിക്കുമ്പോൾ വേണ്ടാലോ എന്ന് വെച്ചിട്ട് അവിടെ തന്നെ വെച്ചിട്ടുണ്ട്. മറന്നു പോയിട്ടില്ലെങ്കിൽ എപ്പോഴെങ്കിലും ഒട്ടിക്കാം. അങ്ങനെ ക്ലീനിങ് കഴിഞ്ഞിട്ടുണ്ട്, ലാസ്റ്റ് ടാസ്കും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തതൊരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാനാണ് ഞാൻ പ്ലാൻ ചെയ്തത്. കുഴപ്പമില്ലാണ്ട് ടാസ്ക് ഒക്കെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്. ഡു സബ്സ്ക്രൈബ്. ബൈ.